ഇന്ന് ലോകത്തിൽ പലരും ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവദാസനാണ്, അല്ലെങ്കിൽ ഞാനൊരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ആണെന്നൊക്കെ പറയും. പക്ഷെ ദൈവം നോക്കുന്നത് ഒരു മതപരമായ പേരല്ല, ഹൃദയത്തിലെ മാറ്റമാണ് ദൈവം നോക്കുന്നത്. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് പ്രാകൃത മനുഷ്യനാണ്. അങ്ങനെയാണ് ആ മനുഷ്യൻ ജനിക്കുന്നത്, നാച്ചുറൽ മാൻ. പിന്നീട് ആ വ്യക്തി ക്രിസ്തുവിൽ അവൻ ആത്മീക മനുഷ്യനായി മാറുകയാണ്. അതിനുശേഷമാണ് അവൻ ദൈവത്തിന്റെ ദാസനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനോ എന്ന് അറിയപ്പെടുന്നത്, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്, മാൻ ഓഫ് ഗോഡ് എന്നും വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിവിധ തരങ്ങളിലുള്ളതായ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട്, ബിഫോർ ഇവൻ ഐ കം ടു ദ ബോൺ അഗെയിൻ ഓർ സ്പിരിച്വൽ മാൻ ഓർ എനിത്തിങ്, ആദ്യമായിട്ട് പ്രാകൃത മനുഷ്യൻ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയപ്പോൾ 1 കൊരിന്ത്യരുടെ 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതുന്നത്: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷ്വത്വമാകുന്നു, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. അപ്പോൾ ഈ ഭാഗത്തിൽ നമുക്ക് 3 കാര്യം കാണുവാൻ സാധിക്കും. 1, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 1. 2, അത് അവന് ഭോഷ്വത്വമാകുന്നു. ഇറ്റ്സ് എ ഫൂളിഷ്നെസ് ടു ഹിം. പിന്നെ ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ, അതാണ് ഇമ്പോർട്ടന്റ് ഭാഗം, വളരെ രസകരമായ കാര്യമാണ്, അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. He is not able to understand, he is not able to discern. അപ്പോൾ 3 കാര്യം: കൈക്കൊള്ളുന്നില്ല, ഭോഷ്വത്വമാകുന്നു, 3ാമത് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് ശരീര ചിന്തകളാൽ നയിക്കപ്പെടുന്നവനാണ്. ശാരീരികമായിട്ട് അവനെ നയിക്കുകയാണ്. ഫ്ലഷ്, he is being led by the flesh. പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാച്ചുറൽ മാൻ. ദൈവത്തെക്കാൾ ആ വ്യക്തിക്ക് ലോകത്തെ സ്നേഹിക്കുന്നതാണ് ഇഷ്ടം. ആത്മീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവന് കഴിയുന്നതുമില്ല. അവൻ പള്ളിയിൽ പോയേക്കാം, അവൻ പള്ളിയിൽ വരുമായിരിക്കും, അവൻ ഒരുപക്ഷെ ഇവൻ പ്രാർത്ഥിക്കുമായിരിക്കും, അവൻ വേദപുസ്തകം ഇവൻ വായിക്കുമായിരിക്കും, എങ്കിലും ഉള്ളിൽ യാഥാർത്ഥമായിട്ട് ഒരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടായിട്ടില്ല, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ അവൻ വന്നിട്ടില്ല. പ്രാകൃത മനുഷ്യൻ, നമ്മൾക്ക് എത്രയോ വ്യക്തികളെ ഇന്ന് സഭയ്ക്കകത്ത് നിന്ന് കാണുവാൻ സാധിക്കും. പ്രാകൃത മനുഷ്യൻ, അവന് ഒന്നും അറിയത്തില്ല. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ്. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് എഴുതുന്നത്: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമോ? ചിന്തിക്കുന്നു. അപ്പോൾ ജഡസ്വഭാവമുള്ളവൻ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ എന്റെ സ്വഭാവം ഏത് സ്വഭാവമാണ്? ജഡസ്വഭാവമുള്ളവർ എന്താ ചിന്തിക്കുന്നത്? ജഡത്തിനുള്ളതും. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ ഒരു മൈൻഡിന്റെ റിന്യൂവൽ നടക്കാത്ത ഒരു ഭാഗമാണ് ഈ പ്രാകൃത മനുഷ്യന്റെ ജീവിതം. അവന്റെ മനസ്സ് പുതുക്കിയിട്ടില്ല, മനസ്സിനൊരു മാറ്റമില്ല. അവൻ അതേ റിച്വൽ, അതേ ട്രഡീഷൻ, അതേ കാര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന. ഒരു മാറ്റത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ട് ഈ വ്യക്തിക്ക്. ഒരു മനുഷ്യൻ മതം മാറിയാൽ മതിയാകത്തില്ല. ഒരു മനുഷ്യൻ മതം മാറിയാൽ പോരാ, ഹൃദയം മാറണം. ചില വിവാഹങ്ങൾ നമ്മൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഹിന്ദുവിനെ കല്യാണം കഴിക്കുമ്പോൾ ആ ഹിന്ദു വ്യക്തി നമ്മുടെ സഭയിലോട്ട് ചേരുമായിരിക്കും. അപ്പോൾ നമ്മൾ പറയും, ഈ പെണ്ണോ അല്ലെങ്കിൽ ചെറുക്കനോ ക്രിസ്ത്യാനിയായി. ഒരുപക്ഷെ നമ്മുടെ സഭ ആ വ്യക്തിയെ എടുക്കുമ്പോൾ പറയുമായിരിക്കും, നീ സ്നാനമെടുക്കണമെന്ന്. അപ്പോൾ ഈ പരിവർത്തനമില്ലാത്ത ഒരു മനസ്സിന് പുതുക്കമില്ലാത്ത വ്യക്തി, അവൻ
സ്നാനമെടുത്താലും ഒരു വ്യത്യാസവും കാണത്തില്ല. അവൻ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന്റെ കാരണം ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാനാണ്. ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കാനായിട്ടുള്ളതായ ഒരു തീരുമാനമല്ലായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. നിക്കോദമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി യേശുവിനെ കാണുവാൻ വന്നു. അപ്പോൾ യേശുവിനോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം യേശു ആ നിക്കോദമസിനെ നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ നിക്കോദമസ് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് ചോദിക്കുന്നത്. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗം, ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ, ആ വ്യക്തി പുതുതായി ജനിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യം കാണുവാൻ സാധിക്കണം. ആ വ്യക്തിക്ക് ദൈവരാജ്യം കാണുവാൻ സാധിക്കും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ കൃപകൾ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സാന്നിധ്യം, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി പിന്നെയും പുതുതായി ജനിച്ചു കഴിയുമ്പോൾ, ഈ പുതുജനനം പ്രാപിക്കുമ്പോൾ, ആ വ്യക്തിക്ക് ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് വരുമ്പോൾ അവൻ പിന്നെയും, യേശു പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും എന്ന് വെച്ചാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ ഭാഗം ഒരു സാങ്ക്ടിഫിക്കേഷൻ, ഒരു പ്യൂരിഫിക്കേഷന്റെ ഭാഗമാണ്. വചനം ധ്യാനിച്ച്, വചനം വായിച്ച്, വചനം പഠിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആ വ്യക്തി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് വെച്ചാൽ വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലെഷ് ഈസ് ഫ്ലെഷ്. ജഡവും സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യില്ലേ മക്കളെ എന്നാണ് യേശു പറയുന്നത്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ മാറ്റം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. അതിൽ കൂടെയാണ് ഇത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കൂടെയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ കൂടെയാണ്, മാനസാന്തരത്തിലൂടെയാണ്. യേശുവിനെ കർത്താവായി അല്ലെങ്കിൽ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരുടെ 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയ മനുഷ്യന്റെ ആ അഹങ്കാരം മാറിപ്പോവുകയാണ്. ആ പഴയ മനുഷ്യന്റെ കോപം മാറിപ്പോവുകയാണ്. അശുദ്ധി വിട്ടുപോവുകയാണ്. ലോകസ്നേഹം വിട്ടുപോവുകയാണ്. ഇത് കുറയുകയാണ് ഈ ക്രിസ്തുവിലാകുമ്പോൾ, ആ വീണ്ടും ജനിക്കുമ്പോൾ, ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് അനുഭവിക്കുമ്പോൾ. പുതിയ ആത്മീയ ജീവിതം ആരംഭിക്കുകയാണ് വ്യക്തിയുടെ ജീവിതത്തിൽ. ഈ വ്യക്തിക്ക് നല്ല ഒരു പാട്ട് പാടണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ആ വ്യക്തിയുടെ ചിന്തകൾക്കൊരു വ്യത്യാസം കാണും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു മാറ്റം വരും. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ജീവിതം അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ആ ഒരു വ്യത്യാസം നമ്മൾക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്? ഇത് ജസ്റ്റ് വൺ ഡേ എക്സ്പീരിയൻസ്? അതൊരു ദിവസത്തെ ഒരു അനുഭവമാണോ? അതോ ദിവസേന നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്? അതോ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി നമ്മൾ പറയുകയാണോ? അത് നമ്മൾ പാടുമല്ലോ ഈ പാട്ട് തന്നെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ.
എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങെ സ്നേഹിപ്പാനാണ് എനിക്കാശ. ആ വ്യക്തി പറയും കേട്ടോ, എന്തുവെന്നറിയാം, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. ഈ ബോണഗൻ വ്യക്തി പാടുന്ന പാട്ടായത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന വാക്കുകളായത്. ആ വ്യക്തി പിന്നെയും പാടും, എന്തോന്നറിയാം, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. എന്ന് വെച്ചാൽ ഞാൻ മെഴുകുതേ കത്തിച്ചതിനാലല്ല, ഞാൻ കുന്തിരുക്കം പുകച്ചതിനാലല്ല, ഒരു നേർച്ചയിൽ അല്ല, പള്ളിയിൽ പോയതിലല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കുള്ളതിനേക്കാൾ, എന്റെ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ. ഇതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി. ഇതാണ് വ്യക്തിയുടെ ജീവിതത്തിന്റെ മാർഗം. ആ ഫോക്കസ് അതാണ്, വേറെ ഒന്നുമില്ല വ്യക്തിക്ക്. ഞാൻ ക്രിസ്തുവിലായപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യമാണ്. 1989 ഐ കനോട്ട് ഈവൻ മേക്ക് എനിബഡി അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാകാനും വലിയ പ്രയാസമാണ് നിങ്ങൾക്ക്. പക്ഷെ എന്റെ ജീവിതം മാറിക്കഴിഞ്ഞപ്പോൾ പരിപൂർണ മാറ്റമാണ് എനിക്ക് വന്നത്. പരിപൂർണ മാറ്റം. ഐ വാസ് സർപ്രൈസ്ഡ്. വളരെ വലിയ വ്യത്യാസമാണ്. ഹല്ലേലൂയ. വളരെ വലിയ വ്യത്യാസം. ഈ ആത്മീക മനുഷ്യനായി മാറുമ്പോൾ എനിക്ക് അന്നത്തെ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട്സിനോട്, എന്റെ സ്നേഹിതന്മാരോട് ഞാൻ പറയുകയായിരുന്നു, എങ്ങനെയാണ് നമുക്ക് കള്ളം പറയാൻ പറ്റുന്നത്? എങ്ങനെ നമ്മളിത് ചെയ്യുവാൻ സാധിക്കും? ഹൗ ക്യാൻ യു? റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായം പിന്നെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഹൗ ക്യാൻ യു ഗോ ഓൺ സിന്നിങ്? കൃപ വന്നതുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാനാണോ? അല്ല. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ആ പ്രാകൃത മനുഷ്യനായ വ്യക്തി ഒരു ആത്മീക മനുഷ്യനായി മാറുമ്പോൾ ആ ജീവിതത്തിന്റെ ഒരു വ്യത്യാസം വരികയാണ്. എനിക്ക് വേറൊരു പാട്ട് ഓർമ്മ വരികയാണ്. ഈ പാട്ട് വളരെ ഒരു വ്യത്യസ്തമായ പാട്ടാണ് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ പള്ളിയിലൊന്നും പാടത്തില്ല. പക്ഷെ ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ അതിന്റെ വരികൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഒരുപക്ഷെ ഞാൻ ആ പാടിയ വ്യക്തിയുടെ കൂട്ട് നല്ലപോലെ പാടാനും പറ്റത്തില്ല. പക്ഷെ ഞാൻ പാടി നോക്കാം. എന്താ പറയാ, എന്നായിപ്പ ചെയ്യാ, എന്താ പറയാ, എന്നായിപ്പോ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ്. ഹല്ലേലൂയ. താഴെയുണ്ട്, യേശു എന്നെ കണ്ടു തന്റെ ചങ്കു തന്നു, ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി, ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. എന്താ പറയാനായത്? ഇത് നമ്മളൊരു വളരെ കൊലോക്കിയ ലാംഗ്വേജാണ്. എന്താ പറയാനാ? ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു.
ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ആ പാട്ടുകാരൻ പിന്നെയും പാടുന്നതാ, കയ്യിലിരുപ്പ് മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം രോഷമായിരുന്നെ, യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം, ഹല്ലേലൂയ, പാപങ്ങളെ ശേഷം മാറിപ്പോയില്ലേ. ഉള്ളിലെല്ലാം രോഷമായിരുന്നെ, യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപങ്ങളെ ശേഷം മാറിപ്പോയില്ലേ. അതൊരു ചോദ്യമാണ്. ഞാനും ചോദിക്കുകയാണ്, പാപമെല്ലാം ശേഷം പാപങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ടോ? പണ്ടത്തെ കുറ്റം പറച്ചിൽ മാറിയിട്ടുണ്ടോ? പണ്ടത്തെ ദേഷ്യം മാറിയിട്ടുണ്ടോ? പണ്ടത്തെ പാപത്തിലോട്ട് പോകുന്ന ആ അന്തരീക്ഷത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു മാറ്റമുണ്ട്. സ്വതന്ത്രരാണോ നമ്മുടെ? ആ പാട്ടിൽ തന്നെ അടുത്ത ഭാഗമുണ്ട്, തട്ടിപ്പും വെട്ടീരും വൃത്തികെട്ട കൂട്ടും പൊട്ടക്കളി വാക്കും പറഞ്ഞിരുന്ന എന്നെ കുട്ടപ്പനായി മാറ്റി കെട്ടിപ്പിടിച്ചെന്നെ മാറോടണച്ച നിന്റെ സ്നേഹമോർക്കുമ്പോൾ. വരികൾ നോക്കിയാ മതി കേട്ടോ, ഈ ട്യൂൺ നോക്കണ്ട. ഈ ഭാഗം ഞാൻ എടുത്തു പറഞ്ഞാലും സത്യത്തിൽ എന്നെ അറിയുന്നവർ പറയും, തട്ടിപ്പും വെട്ടിയിലും വൃത്തികെട്ട കൂട്ടും ഇതെല്ലാം ഒരു ഭാഗമായിരുന്നുണ്ട്. പൊട്ടക്കളി വാക്കും ഇതൊരു ഭാഗമായിരുന്നുണ്ട്. ഇതെല്ലാം ഒരു ലൈഫിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നുണ്ട്. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു കാലത്ത്. തട്ടിപ്പും വെട്ടിയിലും വൃത്തികെട്ട കൂട്ടും, വളരെ വൃത്തികെട്ട കൂട്ടുകൾ, പൊട്ടക്കളി വാക്ക് എന്നെ കുട്ടപ്പനായി മാറ്റി കെട്ടിപ്പിടിച്ചെന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മുടെ പിതാവായ സർവശക്തനായ യഹോവ എന്നെ കെട്ടിപ്പിടിച്ച് മാറ്റി, ഹല്ലേലൂയ, മാറോടാണ് ആ സ്നേഹമോർക്കുമ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ഈ തട്ടിപ്പും വെട്ടിയിലും വൃത്തികെട്ട കൂട്ടും പൊട്ടക്കളി വാക്കും പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് ഒരു പദവിയല്ല ഇത്. ഞാൻ പറയുന്നത് ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പും വെട്ടിയിലും അല്ലെങ്കിൽ വെട്ടിപ്പും വൃത്തികെട്ട കൂട്ടും പൊട്ടക്കളി വാക്കും ഇതെല്ലാം പോയിരിക്കണം, മാറിയിരിക്കണം, വിട്ടുകൊണ്ടിരിക്കണം. അതിൽ തന്നെ തിരിച്ചു പോകുവാൻ സാധിക്കത്തില്ല. പത്രോസ് ലേഖനത്തിൽ എഴുതിയത്, ഒരു കാലത്ത് നിങ്ങൾ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും അതിൽ തിരിച്ചു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്ങനെ? പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഒരു കാലത്ത് നക്ഷത്രങ്ങളെ നോക്കി, രാഹുകാലം നോക്കി, ഈ ഹോറോസ്കോപ്പ് നോക്കി, ഓരോ കാര്യങ്ങളും മണ്ടത്തരം കാണിച്ച ഒരു കാലത്തിൽ നിന്ന് നിങ്ങളെ ദൈവം സ്വതന്ത്രരാക്കി കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ അതിലോട്ട് തിരിച്ചു പോകുന്നത് എങ്ങനെ? ആ ആചാരത്തിൽ തിരിച്ചു പോകുന്നത് എങ്ങനെ? നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ദിവസേന വർഷം തോറും നിങ്ങൾ ചില ട്രഡീഷണൽ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളെ ആര് പഠിപ്പിച്ചത്? നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തന്നില്ലേ ഞാൻ? എന്നിട്ടും നിങ്ങൾ ഈ മണ്ടത്തരങ്ങളും ഈ ബുദ്ധികെട്ട കാര്യങ്ങളും എല്ലാം എങ്ങനെ ചെയ്യുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഗലാത്യരുടെ ലേഖനത്തിൽ. എഫീസ്യരുടെ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ദുർനടപ്പിൽ നിന്ന് ഇറങ്ങി വരണം. ഹല്ലേലൂയ, ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എഫീസ്യരുടെ ലേഖനത്തിൽ. ഞാനൊന്ന് തൊട്ടതാ. ഈ ആത്മീക മനുഷ്യൻ ആയി കഴിയുമ്പോൾ നമ്മൾ അറിയണം ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വന്നിരിക്കണം. ഈ പ്രസംഗത്തിന്റെ ചിന്ത വന്നത് ഒരു ഫോൺ കോളിലാണ്, ഒരു ഫോൺ കോൺവെർസേഷനിൽ കൂടെ. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഹൂ ഈസ് ദ മാൻ ഓഫ് ഗോഡ്? ഞാൻ അവനോട് പറഞ്ഞു, ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് സംതിങ്. ഞാൻ ആ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യങ്ങളാ ഫോണില്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ ഈസിയാ നമുക്ക് പറയാം, ഒരു പ്രസിഡന്റ് ആണ്, ഒരു ഇന്ന ഓർഗനൈസേഷനിലെ വലിയ വ്യക്തിയാ, വിസിറ്റിംഗ് കാർഡും ബിസിനസ് കാർഡും എടുത്ത് കാണിക്കും. പക്ഷെ ജീവിതത്തിന് മാറ്റമില്ലാത്ത ഏത് പദവിയാണ് നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ആത്മീക മനുഷ്യനായി കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു എന്നാ പറയുന്നത്. 1 കൊരിന്ത്യരുടെ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീക മനുഷ്യൻ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അവൻ ദൈവഹിതം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്.
ജഡത്തെക്കാളും ആത്മാവിനെ മുൻതൂക്കം നൽകുകയാണ് അവൻ ചെയ്യുന്നത്. പ്രാർത്ഥനയും വചനത്തെയും സ്നേഹിക്കുകയാണ്. ദൈവമക്കളെ സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു അനുഭവം, ഒരു ജീവിതം ആയിരിക്കും ആ വ്യക്തിയുടെ. അവന്റെ ജീവിതത്തിൽ ഫലം കാണും, 100% ഫലം കാണും. എന്താണ് ഫലം? സ്നേഹം. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത് 1 കൊരിന്ത്യരുടെ 13-ാമത്തെ അധ്യായത്തിൽ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പ്രവചിക്കുമായിരിക്കും, നിങ്ങൾ ഒരു പക്ഷേ ഈ ഓൾ സ്പിരിച്വൽ ഗിഫ്റ്റ്സിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ സ്നേഹമില്ലെങ്കിൽ എന്തുവാ അർത്ഥം? ഒരർത്ഥവുമില്ല. ചില വ്യക്തികളുണ്ട് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ സ്വന്തം സഹോദരങ്ങളോട് സ്നേഹമില്ല, സഹോദരിയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എവിടുന്നായി പറ്റുന്നത്? ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ വ്യത്യാസം വരും. യേശു വന്നു കഴിഞ്ഞാൽ ഒരു വിശുദ്ധിയുടെ അനുഭവം കാണും. യേശു വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷമയുടെ അനുഭവം കാണും. യേശു വന്നു കഴിയുമ്പോൾ ഒരു വിനയം അനുഭവിക്കും. യേശു വന്നു കഴിയുമ്പോൾ ഒരു അനുസരണവും കാണും. അതാണ് ഗലാത്യരുടെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഴുതുന്നത്. 22-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലം. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരം, ഇതെല്ലാം വരുന്നത് അതിന്റെ കൂടെ. അപ്പോൾ നമ്മൾ ആ നാച്ചുറൽ മാനെ കുറിച്ച് സംസാരിച്ചു, ആത്മീക മനുഷ്യനെ കുറിച്ച് സംസാരിച്ചു. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്, യു ആർ അഡോപ്റ്റഡ് ഇൻ ടു ഗോഡ്സ് ഫാമിലി. നമ്മൾ യേശുവിന്റെ കുടുംബത്തിലോട്ട് വരികയാണ്. ഒരു വ്യക്തി ആ കുടുംബത്തിൽ അംഗമായി മാറുമ്പോൾ, നമ്മുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു പദവിയാണ് തരുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ളതായ ഒരു പദവി. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൽ കരുളാൻ, ഇത് പാടി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈസ് ഇറ്റ് എ റൈറ്റ് സോങ്? പുഴുവോ? ഞാൻ പുഴു എങ്ങനാ? അപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാ, മോനെ നീ പുഴുവായിരുന്നു, മോനെ നീ ഒരു പുഴുവായിരുന്നു. നിന്നെ ആ പുഴുവായിട്ട് മരിക്കുന്നതിന് പകരം നിനക്കൊരു പുതിയ ഒരു ജീവിതം തന്നു, ഒരു പുതുജനനം തന്നു മോനെ. ആ പുതിയ ജീവിതം ഇല്ലാതെ നീ പുഴുവായിരുന്നേനെ. അപ്പ പാടാൻ പറ്റും, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൽ കരുളാൻ പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. ഹല്ലേലൂയ. ആ പുതിയൊരു അനുഭവം. ഈ ബോൺ അഗെയിൻ ആകുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ പൈതൽ. അപ്പോൾ ദൈവത്തിന്റെ പൈതലായിട്ട് നമ്മുടെ ഭവനത്തിലൊക്കെ മക്കൾ ജനിക്കുമ്പം നമ്മൾ വളരെ സന്തോഷമായിരിക്കും. നമുക്കൊരു വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഒരു കൊച്ചുമോളുണ്ടായപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം. ആ കൊച്ചുമോളെ കാണുമ്പോൾ ഇപ്പോഴും സന്തോഷമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്തോന്ന് വെച്ചാൽ, ആ കൊച്ചുമോളെ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രാവശ്യം കാണുമ്പം ഈ കൊച്ചുമോളൊന്ന് വളരണം, പ്രായത്തിൽ വളരും. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ പറയും. പക്ഷെ ഒരു ഭാഗത്തിൽ കൂടെ നമ്മൾ ചോദിക്കുമ്പോൾ, ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ പ്രായം, എന്റെ ജീവിതത്തിലുള്ള പ്രായം കൂടുകയാണ്. ഇപ്പോൾ എന്റെ പ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു 66 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിലായ ഒരു വ്യക്തി അവന്റെ പ്രായം നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവന്റെ ദിവസേന ഉള്ളതായ വ്യത്യാസം, അവൻ ആത്മാവിൽ വളരുന്ന ഒരു ഇത് മനസ്സിലായില്ലയോ? ആ ഒരു ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ആദ്യമായിട്ടുള്ളതായ ഒരു ജനനം, ഒരു അനുഭവമാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു വലിയൊരു ഒരു ഈവന്റ് ആണ് നമ്മുടെ ലൈഫിൽ. പക്ഷേ ഡേ ടു ഡേ ലൈഫ് ഇൻ ജീസസ്, ആ ലൈഫിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഈ മക്കള് വളരണമെന്ന് നമ്മുടെ ആഗ്രഹമുള്ളതുപോലെ
നമ്മുടെ പിതാവിനൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മക്കളും ദൈവത്തിന്റെ മക്കളും വളരണമെന്ന്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരുടെ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, when I was a child I thought like a child, I reasoned like a child, but when I grew up I put off all my childish ways. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല ഞാൻ മീശ വടിച്ചെന്നോ മീശ ഇട്ടെന്നോ ദാടി വളർത്തിയെന്നോ എന്നല്ല പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. പുതുജനനം, ഈ പുതിയ ജീവിതം അനുഭവിച്ചവൻ ദൈവത്തിന്റെ മകനാകുന്നു 100%. പക്ഷെ ഈ മകൻ അവസാനമായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഭാഗം തൊടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യനായി മാറുകയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ ആരാണെന്ന് നോക്കണമെങ്കിൽ 2 Timothy chapter 3 verse 16 and 17, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം ഭാഗം, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും, ഹൈലൈറ്റ് ദാറ്റ് വേർഡ്, സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ എന്നത് എന്തുവാ ആ വ്യക്തിയുടെ ജീവിതം? വചനത്താൽ രൂപാന്തരപ്പെടുന്നവൻ, വചനത്തിന്റെ ഉദ്ദേശത്തിനായി ജീവിക്കുന്നവൻ, വചനം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. വ്യക്തമായ അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഭാഗത്തിൽ. 1 കൊരിന്ത്യരുടെ 6-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ വാക്യത്തില് പൗലോസ് ഇങ്ങനെയാണ് എഴുതുന്നത്, ദൈവത്തിന്റെ ദാസനായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഓണർഷിപ്പ് മാറണം. ഒരു മാസ്റ്റർ, നമ്മുടെ പഴയുള്ള മാസ്റ്റർ മാറുമ്പോഴാണ് ഒരു പുതിയ ഓണർഷിപ്പ് വരുന്നത്. ഈ വ്യക്തി വചനത്താൽ രൂപാന്തരപ്പെടുക. ഹീസ് ഫോംഡ് ബൈ ദ വേൾഡ്. ശ്രദ്ധിച്ചു നോക്കിയ തിമോത്തിയൊക്കെ ആ ഭാഗം വായിച്ചത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. വചനം അവനെ പഠിപ്പിക്കുകയാണ്, വചനം അവനെ തിരുത്തുകയാണ് ചെയ്യുന്നത്, വചനം അവനെ പരിശീലിപ്പിക്കുകയാണ്. വചനം കേൾക്കുന്നത് മാത്രമല്ല, വചനം നമ്മളെ മാറ്റണം, നമ്മളെ രൂപാന്തരപ്പെടുത്തണം. വളരെ ഇമ്പോർട്ടന്റ് കാര്യം ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ദൈവത്തിന്റെ ഉദ്ദേശത്തിനാണ് ജീവിക്കുന്നത്. നോക്കിയ 17-ാമത്തെ വാക്യം, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. The man of God may be complete, thoroughly equipped for every good work. ദൈവത്തിന്റെ മനുഷ്യൻ തന്റെ ഇഷ്ടം ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടമാണ് അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയാ പറയുന്നത്, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ഒരു പദവിയല്ല കേട്ടോ. ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ഒരു സ്റ്റേജ് അല്ല, ഒരു പോഡിയമല്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ഒരു പേരല്ല. ചിലപ്പോൾ നമ്മൾ ചിലവരോട് ചോദിക്കും എന്തുവാ പേര്, അപ്പോൾ ആ വ്യക്തി പറയും തോമസ്. അപ്പൊ നീ ക്രിസ്ത്യാനിയാണോ? അങ്ങനെയല്ല. അവൻ ഒരു പക്ഷെ ക്രിസ്ത്യാനിയുടെ ഒരു പേര് ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ലായിരിക്കും. ദൈവം ഉപയോഗിക്കുന്നവൻ മുമ്പ് ഏറ്റവും ആദ്യം ദൈവത്തിന് സ്വന്തമായിരിക്കണം. അപ്പോൾ ചോദ്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പുതിയ ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് നേടിയവരാണോ, അനുഭവിക്കുന്നവരാണോ? അടുത്ത ചോദ്യം, നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മക്കളായിട്ട്, അതോ നമ്മൾ പറയുകയാണോ ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്? No longer I am a slave to fear, I am a child of God. ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണോ, അതോ ദൈവത്തിന്റെ മകനായി ജീവിക്കുകയാണോ ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം,
നമ്മൾ ദൈവത്തിന്റെ മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ദാസനായിട്ട് മാറിയിട്ടുണ്ടോ? പ്രായത്തിൽ ഒരു പക്ഷെ 66 വയസ്സായിട്ടുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തിൽ നോക്കുമ്പോൾ 10 വയസ്സായിരിക്കും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഞാൻ 42 വയസ്സായിരുന്നപ്പോഴായിരുന്നു, ഒരു ദേവദാസൻ എന്റെ ഓഫീസിൽ വന്നു. ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, താങ്കളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് താങ്കള് ഒരു 29 വയസ്സുള്ള ഒരു യുവാവാണെന്ന്. താങ്കളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് താങ്കള് ഒരു 29 വയസ്സ് ഉള്ള ഒരു യുവാവാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ആ പാസ്റ്ററിനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ ഒത്തിരി യങ് ആണെന്നല്ലേ. ഐ എം വെരി ഹാപ്പി. പക്ഷെ ഞാൻ ഇങ്ങനൊക്കെ രസകരമായ കാര്യം പറയുമെങ്കിലും ഞാൻ വളരെയധികം ചിന്തിക്കും. ആ വ്യക്തി പോയി, ഞാനിരുന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരു ദിവസമല്ല, ഒത്തിരി ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഒരാൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല കാര്യത്തിന്റെ അർത്ഥം എന്താണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, എന്തായിരുന്നു 29ാമത്തെ വയസ്സിൽ സംഭവിച്ചതെന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും രസമായിരുന്നു. ഞാൻ അതിശയിച്ചു പോയി. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഞാൻ ക്രിസ്തുവിലായത്. I always say I am born again. I became a child of God in 1989, on 28 February 1989. പക്ഷേ എനിക്ക് അന്നും ഓർമ്മ വന്നില്ലായിരുന്നു ഞാൻ 29 വയസ്സായിരുന്നു എന്ന്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചത്, മോനെ ഞാൻ നിന്നെ കാണുമ്പം ഒരു 29 വയസ്സുള്ള ഒരു യുവാവായിട്ടാണ് കാണുന്നത്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മോനെ നീ വളരുന്നില്ല, നീ കുറച്ച് വേദപുസ്തകം വായിക്കുന്നുണ്ട്, നീ കുറച്ച് ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നീ വളർന്നിട്ടില്ല. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ അന്ന് 42ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനിച്ചു, ഐ എം ഗോയിങ് ടു ഡു ആൻ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു വചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഇരിക്കാൻ പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച് മണിക്കൂറുകളോട് ഐ ഹാവ് പ്രേയ്ഡ് ഫോർ അവേഴ്സ്. ഒരു ദിവസമൊക്കെ 8 മണിക്കൂറിൽ കൂടുതലും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവത്തിൽ വളരുകയും ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയാമോ? എന്നെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാനോ ഒന്നും അല്ല. നമ്മളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയും. ബട്ട് വി ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. വി ഡോണ്ട് ടേക്ക് ഹോളി സ്പിരിറ്റ് വെരി സീരിയസ്ലി. ഹോളി സ്പിരിറ്റിനെ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കണം. ഇന്ന് ചോദ്യം, ഇതൊരു പദവിയായിട്ടാണോ? വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിന്റെ മനുഷ്യനായി മാറിയിട്ടുണ്ടോ? ദൈവത്തിന്റെ ഒരു ചൈൽഡായിട്ടാണോ ഇന്നും? എന്റെ മോള് ഒരു 1.5 വയസ്സുണ്ടായിരുന്നപ്പം ഒരു നല്ല പാട്ടൊക്കെ പാടി, ജോണി യെസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ. പക്ഷേ ആ കൊച്ചിന്റെ ഓഡിയോ ഞാൻ പിന്നെ കേൾക്കുമ്പം എന്റെ മോള് ഇന്നും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് വിഷമം തോന്നും കേട്ടോ. അന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷമായിരുന്നു, പിന്നെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ദൈവത്തിനും അത് തന്നെയാണ്. God is really expecting you and me. നമ്മുടെ ജീവിതത്തിൽ സീരിയസ്ലി വാസ്തവത്തിൽ നമ്മൾ ഒരു പദവിയായിട്ട് കണക്കാക്കാതെ ഒരു എന്താ പറഞ്ഞേ, ദൈവത്തിന്റെ മനുഷ്യൻ ഒരു പദവിയല്ല, ഒരു പ്രക്രിയയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിച്ചു നിന്ന് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ യേശുവിന്റെ ദൈവരാജ്യം കാണുവാൻ സാധിക്കത്തില്ല, കടക്കുവാൻ സാധിക്കത്തില്ല. ആ മക്കൾ സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ആ സമർപ്പണത്തിൽ നിന്ന് വിശ്വാസികളായി, ദൈവത്തിന്റെ മനുഷ്യരായി, ദൈവത്തിന്റെ ദാസരായി അവർ വളർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.